എല്ലാവർക്കും നമസ്കാരം. നമുക്ക് 4 മണിക്കൊരു ചെറിയൊരു പക്വട ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടിയ സാധനമൊക്കെ ഞാൻ നിങ്ങളെ നോക്കാം. ഞാൻ കുറേ പാലക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാലക്ക് അപ്പോൾ അതിൽ ഒരു പിടി നമുക്കിടാം. ഒരു ഇച്ചിരി കൂടി ഇട്ട് ഞാൻ അതിട്ടു. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മളെ ഇച്ചിരി കുറച്ച് അരിപ്പൊടി. ഈ ചെമ്പാവ് പുട്ടുപൊടിയുടെ അരിപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് പിന്നെ വേണ്ടിയത് നമ്മുടെ കടലമാവ്, അതും നമുക്ക് കുറച്ചിടാം. കുറേ കടലമാവ്. ഇനിയും നമുക്ക് വേണ്ടിയത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും. അപ്പം നമുക്ക് ഇച്ചിരി കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഇടാം. അപ്പോൾ ഇത്രയും മഞ്ഞൾപ്പൊടി, ഇത്രയും മുളക് പൊടി, ഒരു ശകലം ജീരകപ്പൊടി, ഇത്ര ഇട്ട് നമുക്കിതൊന്ന് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എടുക്കാം. അപ്പം നമുക്കൊരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടി ഇടാം. അപ്പം നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള ഒരു ശകലം ഉപ്പൂടിടാം. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമുക്കൊരു ശകലം എണ്ണ, നമ്മൾ കടുവെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലെ ഒരു ശകലം നമുക്ക് ആദ്യം ഒഴിക്കാം, അല്ലെ കയ്യിലിട്ടു. പിന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതൊന്ന് ശരിക്കും കുഴച്ചെടുക്കാം. അപ്പം നമുക്ക് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളത് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കളർഫുള്ളായിട്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയായിട്ട് ബേസൺ ഇട്ടിട്ടുണ്ട്. ബേസൺ എന്ന് പറഞ്ഞാൽ കടലമാവ്, ഉപ്പും എല്ലാം ചേർത്താൽ അപ്പം നമ്മളിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ 4 മണിക്ക് ചായ അടുപ്പയിലിരിക്കും. നമുക്ക് ഇച്ചിരി തേയില ഇട്ട് ചായ ഇഞ്ഞ് എടുക്കാം. അപ്പം നമുക്ക് 3 പൊടി ചായ, ശകലം പഞ്ചസാരയും കൂടി. അപ്പം നമ്മുടെ ചായയെല്ലാം റെഡി. ഇനി നമുക്കൊരു കാര്യം, ഇപ്പം നമ്മുടെ ചായയെല്ലാം തിളച്ച് ചായയെല്ലാം നമുക്കിനി വാങ്ങാം. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പയിലോട്ട് വെക്കാം. അടുപ്പയിലോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതൊന്ന് വറുത്ത് കോരാം. അപ്പം നമുക്ക് ചീനിച്ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിക്കുക. കടുവെണ്ണയാണ്, നമ്മളതൊഴിച്ച് വറുത്ത് കോരിയെടുക്കാം. ഓക്കെ. അപ്പം നമ്മളിത് ഇച്ചിരി ഇട്ട് നമുക്ക് ഇതൊന്ന് വറുത്ത് കോരാം. നമുക്കിതൊന്ന് വറുത്ത് കോരിയിട്ട് എടുക്കാൻ 2-3 എണ്ണം ഉണ്ടൊന്ന് വറുത്ത് എളുപ്പം ഒന്ന് കോരി എടുക്കാം. ഇപ്പം നമ്മൾ പാലക്കിൻ്റെ ഭുജിയ എല്ലാം നല്ലതായിട്ടിരിക്കും. നമുക്കൊന്ന് വറുത്ത് ഇത് മൊത്തം എടുത്ത് കോരിയെടുക്കാം. നമ്മുടെ പാലക്കിൻ്റെ ഭുജിയ കിടന്ന് നല്ലോണം മൂക്കട്ടെ, നന്നായിട്ട് മൂക്കട്ടെ. ഇങ്ങനെ തന്നെ ഉള്ളിയുടെ ഭുജിയ ഉണ്ടാക്കാം. അങ്ങനെ ഓരോന്ന് മേത്തിയുടെ, കടുകിൻ്റെ ഇലയുടെ, അങ്ങനെ ഏത് എന്തിന് വേണമെങ്കിലും നമുക്ക് കടലമാവിൻ്റെ കൂടെ ഇച്ചിരി അരിപ്പൊടിയും കൂടെ വേണമെന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ഭുജിയ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഭുജിയ ഇങ്ങോട്ട് എടുക്കാം. അപ്പം ചായക്കൊരു കടി, അത് നമുക്ക് നമ്മുടെ ഭുജിയ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഭുജിയ എല്ലാം നമ്മൾ ഇങ്ങോട്ടൊന്ന് കോരിയെടുക്കും. നമ്മൾ കടുവെണ്ണയ്ക്കകത്തായത് ഉണ്ടാക്കിയത്. നമ്മൾ തണുപ്പായതുകൊണ്ട് കടുവെണ്ണയ്ക്കകത്ത എല്ലാം ഉണ്ടാക്കും. അപ്പം നല്ല ഇതാണ്.
അങ്ങനെ നമ്മുടെ ഭുജിയ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തു. പിന്നെ നിങ്ങളെല്ലാവരും ഭുജിയ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. നല്ലതായിരിക്കും, നല്ല രുചിയാണ് കഴിക്കാൻ. ചായക്കൊരു ലഘു ഭക്ഷണമല്ല, ചായക്കൊരു കടി. അപ്പോൾ എല്ലാവരും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ. അപ്പം നമുക്കൊരു ഗ്ലാസ് ചായയും കൂടെ എടുക്കാം. ചായ അവിടെ അങ്ങ് പോയി കുറച്ച്. അപ്പം ചായയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ പക്കോടയും കഴിച്ച് 4 മണിക്ക് ചായയും കുടിക്കുക. ഓക്കെ, ബൈ.